ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ 27. വളരെ മനോഹരം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോഴാണ് ഹോസ്പിറ്റൽ നഴ്സറിയുടെ ജനാലയിലൂടെ നോക്കി ആദ്യമായി ഒരു നവജാത ശിശുവിനെ കാണുന്നത്. എൻ്റെ അറിവില്ലായ്മയിൽ രോമമില്ലാത്ത കോണാകൃതിയിലുള്ള തലയും ശരീരത്ത് ചുളിവുകളുമുള്ള കുട്ടിയെ കണ്ട് ഞാൻ പരിഭ്രാന്തനായി. എന്നാൽ ഞങ്ങളുടെ അടുത്ത് നിന്നിരുന്ന കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അവൻ സുന്ദരനല്ലേ എന്ന് ചുറ്റും നിൽക്കുന്നവരോട് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരനായ പിതാവ് തൻ്റെ പെൺകുഞ്ഞിനോട് നീ വളരെ സുന്ദരിയാണ് എന്ന ഗാനം ആർദ്രമായി ആലപിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ആ നിമിഷത്തെ ഞാൻ ഓർത്തു. അവളുടെ ആഹ്ലാദഭരിതനായ ഡാഡിക്ക് ആ കൊച്ചു പെൺകുട്ടി ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിരുന്നു. അങ്ങനെയാണോ ദൈവം നമ്മെ നോക്കുന്നത്? നാം അവൻ്റെ കൈപ്പണി, അവൻ്റെ മാസ്റ്റർ പീസ് ആണെന്ന് എഫേസ്യർ 2:10 പറയുന്നു. നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ അവിടുന്ന് നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നത് അംഗീകരിക്കാനോ അവിടുത്തെ മുൻപിൽ നമുക്ക് മൂല്യമുള്ളവരാകാൻ കഴിയുന്നുവെന്ന് വിശ്വസിക്കുവാനോ ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ നാം അവിടുത്തെ സ്നേഹത്തിന് അർഹരായതിനാലല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. അവിടുന്ന് സ്നേഹമായതുകൊണ്ടാണ് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത്. അവൻ്റെ സ്നേഹം കൃപയുടേതാണ്. നാം നമ്മുടെ പാപങ്ങളിൽ മരിച്ചവരായിരുന്നപ്പോൾ യേശുവിൻ്റെ മരണത്തിലൂടെ ദൈവം നമ്മെ അവനിൽ ജീവിപ്പിച്ചു കൊണ്ട് അതിൻ്റെ ആഴം കാണിച്ചു തന്നു. ദൈവത്തിൻ്റെ സ്നേഹം ചഞ്ചലമല്ല, സ്ഥിരമാണ്. അവിടുന്ന് അപൂർണരെയും തകർന്നവരെയും ദുർബലരെയും കുഴപ്പക്കാരെയും സ്നേഹിക്കുന്നു. നാം വീഴുമ്പോൾ നമ്മെ ഉയർത്താൻ അവിടുന്ന് അവിടെയുണ്ട്. നാം അവിടുത്തെ നിധിയാണ്. നാം ദൈവത്തിന് വളരെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. ചിന്തിക്കുക, ദൈവം സ്നേഹമാണ് എന്നറിയുന്നതിൻ്റെ അർത്ഥമെന്താണ്? നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ സത്യം നിങ്ങൾക്ക് എങ്ങനെ അംഗീകരിക്കാനാകും? ദൈവത്തിന് മഹത്വം.